ലിജോ പല്ലിശ്ശേരിയുടെ ആമീൻ എന്ന് പറയുന്ന സിനിമ ലൊക്കേഷനാണ്. ലിജോ പല്ലിശ്ശേരി എന്ന് പറയുന്നത് സംവിധായകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ഡിഫറൻ്റായിട്ട് സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന ഒരു സംവിധായകൻ. ആർട്ടിസ്റ്റിൻ്റെ ഇന്ന് മാക്സിമം യൂട്ടിലിറ്റി പൊട്ടൻഷ്യാലിറ്റി പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംവിധായകൻ. വളരെ വ്യത്യസ്തമായ സിനിമകളാണ് പുള്ളി കൊണ്ടുവന്നിട്ടുള്ള നായകനായാലും സിറ്റി ഓഫ് ഗോഡായാലും വളരെ മ്യൂസിക്കിന് പ്രാധാന്യം നൽകിക്കൊണ്ടും ഒരു പ്രത്യേക ക്രിസ്ത്യൻ അന്തരീക്ഷത്തിലൂടെ പോകുന്ന മലയാളത്തിലെ അത്തരത്തിലുള്ള പടങ്ങൾ കുറേ കാലമായി വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഉപരി ഫഹദ് ഫാസിലിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും വളരെ വ്യത്യസ്തമായ രൂപത്തിലുള്ള അഭിനയ ശൈലി പുറത്തു കൊണ്ടുവരുന്നത് ശ്രീ ലിജോ വളരെ ശ്രമിച്ചിരിക്കുന്നു. വളരെ വ്യത്യസ്തമായ പടമായിരിക്കും. വ്യത്യസ്തത എന്നെപ്പോഴും പറയുന്ന വാക്കല്ല ഞാനിതിൽ ഉദ്ദേശിക്കുന്നത്. തീമിലും ശ്രീ റഫീഖ് എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റിലും പിന്നെ ലിജോയുടെ ആയ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന ഒരു വേദിയായി തന്നെ ഈ ലൊക്കേഷനെ ഞാൻ കാണുന്നു. പിന്നെ ഇതിലെ വ്യത്യസ്തമായ ആർട്ട് വർക്ക് വളരെ ത്രില്ലിങ്ങാണ്. നമ്മളെല്ലാം ആർട്ടിസ്റ്റ് ഞാനുണ്ട്, ശ്രീ നന്ദുണ്ട്, ശ്രീ ഫഹദ് ഫാസിൽ, ഇന്ദ്രജിത്ത്, ഒരുപാട് ആർട്ടിസ്റ്റ് ഇതിനകത്തുണ്ട്, ശ്രീ അരുൺ. ഞങ്ങൾക്ക് വളരെയധികം ത്രില്ലിംഗ് ആയിട്ട് തോന്നുകയും വളരെ കോപ്പറേറ്റ് ചെയ്ത് ഒന്നിച്ച് നിൽക്കുന്ന അതിനും ലിജോ പല്ലിശ്ശേരിയുടെ ഏറ്റവും വലിയ കഴിവാണ്. എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോകുന്നതിന് വളരെയധികം പ്രവർത്തിക്കുകയാണ്. മാത്തച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അല്പം ടഫായിട്ടുള്ള ക്യാരക്ടറാണ്. എല്ലാവരും ചിത്രം കണ്ട് നല്ല സിനിമകൾ ഒരിക്കലും മലയാളികൾ തടയാറില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ സിനിമ തടയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാണണം, പ്രോത്സാഹിപ്പിക്കണം.